അപ്പൊ എന്തായാലും ഇതൊരു ഓൾ സീസൺ പോലെ എനിക്ക് തോന്നി. എന്തായാലും ഒരു വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്, ഒരു ഐറ്റം തന്നെയാണ് ഇതല്ലേ. അത് ശരിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിലാണല്ലേ ഇതിപ്പോ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഇത് ഇതിന്റെ അവസാന ഘട്ടമായിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ ചെറിയ തൈകൾ ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ചെറിയ തൈകളുണ്ട്. അത് ഇപ്പൊ നമ്മൾ നിങ്ങളെ പൊന്നൂസിന്റെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് 100 രൂപ മുതൽ നമ്മൾ കൊടുക്കാം. ഒരു ഓഫർ ഇട്ടുണ്ട് അല്ലെ? വെരിഗേറ്റഡ് കപ്പ തായ്ലൻഡ്. അയ്യോ, മാംഗോസിന്റെ പ്ലാന്റ് അല്ലേ ഇത്? മാംഗോസിൻ ഗ്രാഫ്റ്റ് ചെയ്താണ്. പൂ വരുന്നുണ്ട്. കണ്ടോ പൂവ് കാണുന്നുണ്ടല്ലോ ഇതില്. ഏതൊക്കെ വീഡിയോയിലൊക്കെ കണ്ടു ഗ്രാഫ്റ്റ് ചെയ്താൽ കായ്ക്കൂല പിടിക്കൂല എന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ വളർച്ച വളരെ കുറവാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതെയോ? പക്ഷെ പൂക്കളും കായ്ക്കുന്നുണ്ട്. എന്താ? കറിവേപ്പില ശരിക്കും ഒരു ഓർണമെന്റൽ ആയിട്ട് വളർത്താം, വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കും ചെയ്യാം. ചട്ടിയിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചെടിയായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയുണ്ട്. വെരിഗേറ്റഡ് പൈനാപ്പിൾ ഉണ്ട്. വെരിഗേറ്റഡ് പൈനാപ്പിൾ കൂടെ ഏകദേശം എന്റെ കയ്യില് ഒരു 20ഓളം വെറൈറ്റി പൈനാപ്പിൾ ഉണ്ട്. നല്ല നല്ല വെറൈറ്റികളുണ്ട്. അപ്പൊ നമ്മള് വേറൊരു വെറൈറ്റി ആണ് ഇപ്പൊ കാണുന്നത്. ഇത് പേര ഏതാണിത്? ജപ്പാൻ പേര കാണുന്ന എന്ത് സൈസ് ഉണ്ട്. ഇത് നല്ല സൈസ് ഉണ്ടല്ലോ അല്ലേ? നേരെ തൊട്ട് ചെറിയ സൈസ്. ഇത് ഇത്ര തന്നെ സൈസ് ഉണ്ടാവുള്ളൂ? അല്പം വരുമോ? ഒന്നുകൂടി സൈസ് ആവും. പക്ഷെ എന്തായാലും ഒരു വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പേര തന്നെയാണ് ജപ്പാൻ പേര. ആണ് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ടേസ്റ്റ് ആണ്. നമ്മുടെ കഴിച്ചതുകൊണ്ടാണ്, കഴിച്ച സാധനങ്ങൾ മാത്രമേ ഞാൻ അഭിപ്രായം പറയുള്ളൂ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് സീഡ് ഉള്ളതാണോ? സീഡ് കുറവാണ്. സീഡ് കുറവാണ്. ഇതിന്റെ ചെറിയ 200 രൂപ മുതൽ തൈ ഉണ്ട്. 200 രൂപന്റെ ഉണ്ട്, 350 രൂപന്റെ ഉണ്ട്, 500 രൂപന്റെ ഉണ്ട്. ഇത് 1000 രൂപ കൊടുക്കണം. 1000 രൂപ കൊടുക്കണം. അതിൽ പെട്ട തൈകൾ ഇനി അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു സൈസിൽ തന്നെ കായ വരും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചെറിയൊരു പ്ലാന്റിലാണ് ഇത്രയും വലുപ്പമുള്ള നല്ല കായകൾ വന്നിട്ടുള്ളത്. ഇത് പഴുക്കാൻ ഇനി സമയം എടുക്കുവോ? ഇല്ല, അത് കുറച്ചുകൂടി വലുതാവുണ്ട്. അത്യാവശ്യം ഇപ്പൊ ഉണ്ട്, പക്ഷെ ഇത് ഒന്നുകൂടെ വലുതാവും. നല്ല വൃത്തി ഈ കായ കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറയണത്. ഈ ഒരു സൈസിന് എത്ര വില പറഞ്ഞു പറയോ? 1000 രൂപ. നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ്, കായോട് കൂടിയിട്ടുള്ള പ്ലാന്റ്. അതൊക്കെ അതിന്റെ വേറെ തൈകൾ ഇവിടെ ഉണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഇതാ അതിൽ പെട്ടുള്ള തൈകളാണ് ഈ കാണുന്നതൊക്കെ. എല്ലാത്തിലും പൂവും കായൊക്കെ പൂവൊക്കെ വരുന്നുണ്ട്. വലിയ പ്ലാന്റ് ഉള്ളതൊക്കെ ഇതൊക്കെ ആ ഒരു ബാച്ചിലുള്ള അതിനുള്ളതിനാണ്. ഇത് തന്നെയല്ലേ റേറ്റ് പറഞ്ഞത്? 1000 രൂപ കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. ഇതിന്റെ വേറെ ഉണ്ട്, അതും കൂടി കാണാം നമുക്ക്. പ്ലാന്റ് ഉണ്ട്. ഏതാണിത്? 500 രൂപ ജപ്പാൻ പേര. വലിയ പ്ലാന്റ് ഒക്കെ പൂവും കായും വരുന്നത്. ഇത് 500 രൂപ കൊടുക്കുന്ന വലിയ പ്ലാന്റ്. 200 രൂപ കൊടുക്കുന്ന ജപ്പാൻ പേര. അതായത് 200 രൂപ കൊടുക്കുന്ന ജപ്പാൻ പേരാണ്. ഇത് 350 രൂപ കൊടുക്കുന്നത്. 350 രൂപ 300 രൂപ വരെ കൊടുക്കാം. 300 രൂപ വരെ കൊടുക്കാം. ഇത് തായ് പിങ്ക്, പിന്നെ VNR ഏതാ? VNR ഒക്കെ ഉണ്ട്. ഇതാ അതിന്റെ അകത്തുണ്ട് VNR. പിന്നെ അക്കാക്കിരണം ഉണ്ട്. ഈ തായ് 5 എന്ന് പറഞ്ഞാൽ നല്ല പേരാണ്. തായ് 5ന്റെ പേരാണ് കാണുന്നത്. ഈ ഒരു ചെറിയ തൈകൾ കായോട് കൂടിയിട്ട് 150 രൂപ വരെ എല്ലാ തൈകളും ഉണ്ട്. 150 രൂപ തൊട്ടിട്ട്. ഇത് കാണുന്നൊക്കെ 150. ഇതൊക്കെ 150 രൂപ കൊടുക്കുന്ന തൈകളാണ്. ഇത് നമ്മൾ ഇവിടുത്തെ സാധനമല്ലല്ലോ, ഇത് പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കടയിൽ വരുന്ന സെയിം പേരൊക്കെ. ആ വലിയ സാധനം നമ്മൾ നെറ്റിൽ വരുന്ന സാധനമാണോ? അതല്ല, അത് കിലോ പേര. പേരൊക്കെ എല്ലാ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ചൈനീസ് ആണ്. ഇത് ചെറിയ ലീഫാണ്, വലിയ പഴം ഉണ്ടാവുക. അതൊക്കെ 150 രൂപ. ഇതൊക്കെ 150 രൂപ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. മലപ്പുറത്താണ് ഇപ്പോൾ ഞാനുള്ളത്. നമ്മളെ റസീൻ എക്സോട്ടിക് ഫാമിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ 100-150 വെറൈറ്റി പ്ലാന്റ്സിലുള്ള കാരണം നമുക്ക് മുഴുവനായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ നമ്മൾ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മുന്നിലെത്തിപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പരിചയപ്പെടാം, പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിന് മുന്നേ നമുക്ക് ഇവിടേക്ക് വരുന്ന റൂട്ടൊന്ന് നമുക്ക് നമ്മളെ റഷീദ് ഭായിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾ ഈ റൂട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാ വരുന്നുള്ളത്? ഇത് ശരിക്കും മലപ്പുറം ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ അങ്ങോട്ടുള്ളത്. അപ്പോൾ പിന്നെ മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ ഏറ്റവും അടുത്ത് ടൗണിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും മലപ്പുറം ടൗണിൽ നിന്ന് സിവിൽ സ്റ്റേഷന്റെ അടുത്ത് നിന്ന് മൃഗാശുപത്രിന്റെ റോഡിന് വരികയാണെങ്കിൽ 3 കിലോമീറ്റർ അങ്ങോട്ടുള്ളത്.
അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ റോഡ് പണി ആയതുകൊണ്ട് ഒരു മാസം ചിലപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ഉണ്ടാവും, 15 ദിവസമൊക്കെ ബ്ലോക്ക് ഉണ്ടാവും എന്തായാലും. അപ്പൊ കൂട്ടിലങ്ങാടി വഴി വരാം, പെരിന്തൽമണ്ണ വരുന്നവർ മക്കരപ്പറമ്പ് കഴിഞ്ഞിട്ട് പടപ്പറമ്പ് പഴമള്ളൂരൊക്കെ പോണ റോഡുണ്ട്. ആ റോഡിന് കയറി ഉടനെ തന്നെ വലത്തോട്ട് റോഡുണ്ട്. ആ റോഡിന് 1.5 കിലോമീറ്റർ വന്നാൽ മതി. കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസിന് കൂട്ടിലങ്ങാടിക്ക് വരിക. കൂട്ടിലങ്ങാടി തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്ന് കീരംകുണ്ടെന്ന് പഴമള്ളൂര് പടപ്പറമ്പൊക്കെ പോണ റോഡിൽ കയറിയ ഉടനെ തന്നെ വലത്തോട്ട് റോഡുണ്ട്. ആ റോഡിന് ഒരു 1.5 കിലോമീറ്റർ വന്നാൽ എന്റെ ഫാമിലെത്തും. റെസിൻ എക്സോട്ടിക് എന്ന ബോർഡ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെസിൻ എക്സോട്ടിക് ബോർഡ് കാണും. അത് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഈ ഫാമിൽ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ സ്ക്രീനിൽ താഴെ തന്നെ നമ്മൾ ആളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഇനി വരുന്നത് നോമ്പ് മാസമാണ്. അപ്പോ ആളുകൾ വിളിക്കുമ്പോൾ ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് വിളിക്കുക. ചിലപ്പോ ഇവിടെ സ്റ്റാഫ് കുറവുണ്ടാവും, ചിലപ്പോ ഏത് സമയത്ത് വരുന്നതെന്ന് അറിയില്ല. അപ്പൊ നോമ്പായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും വിളിച്ചിട്ട് സമയം പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പായ കാരണം ഇവിടെ സ്റ്റാഫ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് കാരണം നിങ്ങൾ വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ടേ ഇവിടെ വരാൻ പാടുള്ളൂ. ഇവിടെ എവിടെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല, തിരക്ക് കാരണമായിരിക്കും, നോമ്പ് കാരണം. അതുകൊണ്ട് വിളിച്ചിട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് വലിയൊരു അബിയുടെ ഒരു പ്ലാനുള്ള. അപ്പൊ ഈ സീസൺ അല്ലാത്ത സമയത്ത് ഇതിലിങ്ങനെ കായകൾ കാണുന്നത് എന്താ ഇതിന്റെ പ്രത്യേകത? എന്റെ അടുത്ത് ഒരു മരം ഉണ്ടായിരുന്നു, നമ്മളെ ആദ്യത്തെ മരം, 10 വർഷം മുന്നേ വെച്ചൊരു മരം. ആ മരത്തില് എല്ലാ സമയത്തും ഏകദേശം ഒരു കായെങ്കിലും ഏത് സമയത്തും ഉണ്ട്. അതിന്റെ ഒരു തൈ കൊടുത്തിട്ട് വെച്ചതാണ്. അത് ശരി, അങ്ങനെ വെച്ചതാണ്. ഇതിന്മേലെ കണ്ട ഇപ്പോഴും കായ ഉണ്ട്, പഴിച്ചതുണ്ട്. അതാ ഞാൻ നോക്കുന്നത്. ഇതിന്മേലൊക്കെ കായകൾ വന്നിട്ടുള്ളത്, ഇത് ചെറിയ കുഞ്ഞു കായകൾ വരെ ഉണ്ട്. കണ്ടോ? ശരിക്കും ഈ സമയത്ത് ഇത് കാഴ്ച നിൽക്കില്ലല്ലോ. സമയത്ത് എല്ലായിടത്തും ചിലയിടത്തൊക്കെ ചിലയിടത്തൊക്കെ ഇപ്പോഴും കായുണ്ട്. പക്ഷെ എന്തായാലും ഇതിൽ ഫ്ലവർ വരെ ഇപ്പൊ ചില മരത്തിലൊക്കെ എനിക്ക് മരം ഇനി ഒരുപാടുണ്ട്, വലിയ മരങ്ങള്. ചിലതിൽ ഇപ്പോഴും ഫ്ലവർ വരെ ഉണ്ട് ഈ സമയത്ത് പോലും ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് ഒരു ഓൾ സീസൺ പോലെ എനിക്ക് തോന്നി. എന്തായാലും ഒരു വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്, ഒരു ഐറ്റം തന്നെയാണ് ഇതല്ലേ. അത് ശരിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇതിപ്പോ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഇതിന്റെ അവസാന ഘട്ടമായിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ ചെറിയ തൈകൾ ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ചെറിയ തൈകളുണ്ട്. അത് ഇപ്പൊ നമ്മള് നിങ്ങളെ പൊന്നൂസിന്റെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് 100 രൂപ മുതൽ നമ്മള് കൊടുക്കാം. ഒരു ഓഫർ ഇട്ടുണ്ട് അല്ലെ? ചെറിയ തൈകള് അതിന്റെ വലുതും ഉണ്ടല്ലോ അല്ലെ? 100 രൂപ വലുതൊക്കെ അല്ലേ? ഇഷ്ടം പോലെ പ്ലാന്റുകൾ ഉണ്ട്. അപ്പൊ നമ്മളെ ചാനൽ കാണുന്നവർക്ക് പ്രത്യേക ഓഫറും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതത് വലിയൊരു പ്ലാന്റ്, ഇത് ഏതാ സാധനം? ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ്. റെയിൻ ഫോറസ്റ്റ് പ്ലം ആമസോൺ കാർഡിലൊക്കെ ഉണ്ടാവുന്ന സംഭവമാണ്. ഇത് ഏത് സമയത്തും കായ ഉണ്ടാവില്ല. ഇപ്പൊ പൂവുണ്ട്, കായ ഉണ്ട്. അവിടെ കാണുമെന്നറിയില്ല, ദൂരം കൂടുതൽ, ഹൈറ്റ് കൂടുതലായ കാരണം കാണുന്നില്ല. പക്ഷെ ഇതിൽ കായ ഉണ്ട്. 100% പ്ലമ്മും ഒരു വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലം ആണ്. ആണല്ലേ? കാരണം ചെറിയ വില കൊടുത്താലോ 150 രൂപ കൊടുത്താൽ നല്ല തൈ, ചെറിയ പ്ലാന്റ് കിട്ടും. അപ്പൊ ഇത് വെച്ചാലും ഒരു കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ട് തന്നെ പറയാം. അല്ലാത്ത ഒരുപാട് ഫ്രൂട്ടുകൾ ഇപ്പൊ അതൊക്കെ ചവലിയാണ്. ഇത് മുന്തിക്കൊല പോലെ വരും. ഇതിന് കായ പിടിച്ചില്ല, അതാണ് അതിന്റെ പൂ വരുന്നതാണ്. ഇതൊക്കെ തന്നെ ഒരു ഓർണമെന്റൽ പ്ലാന്റ് കണ്ടോ, ഇങ്ങനെ വരുന്ന സംഭവമാണ്. അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ചിലതൊക്കെ ഓർണമെന്റൽ ആയിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ റെയിൻ ഫോറസ്റ്റ് ഒക്കെ എന്തായാലും നമുക്കൊരു കായ്ക്കണ ഒരു കുഴപ്പമില്ലാത്തൊരു പഴമാണ്. അതെ അതെ. ഇതെന്താ ഇങ്ങനെ? ഇത് വെരിഗേറ്റഡ് കപ്പയാണ്. വെരിഗേറ്റഡ് കപ്പ തായ്ലാൻഡിൽ നിന്ന്. ഇതിന്റെ ഒരു യെല്ലോ വെള്ളം കൂടിയ ഒരു കപ്പ ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇതല്ല, ഇത് ശരിക്കും വെള്ളയും പച്ചയാണ്. വെള്ളം തന്നെയാണ് ശരിക്കും കായ നിറത്തിൽ തന്നെ. ഇത് പറിക്കാനായിട്ടുണ്ട്, എന്തായാലും പറിച്ചിട്ട് റിസൾട്ട് തരാം. ആയിക്കോട്ടെ. ഓക്കെ, ഇതിന്റെ പ്ലാന്റുകളൊക്കെ നമ്മള് ഇനി അടുത്ത മാസം കൊടുക്കാൻ തുടങ്ങും. ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മളിപ്പോ കാണുന്നത് അരസബോയ് അല്ലേ? ഈ സാധനമാണ് നിറയെ കായ ഉണ്ട്, വലിയ കായ ഉണ്ട്, വലിയ പഴമായിട്ട് വരും. വലിയ പഴം ഉണ്ടല്ലോ. നമുക്ക് വലിയ പഴം ഒന്ന് കാണാം. അരസബോയ് വലിയ പഴമാണിത്. ഇത് ഇനി പഴുക്കണ്ടേ? പഴുക്കണം അല്ലേ? ഇനി ടൈം എടുക്കും അത് പഴുക്കാൻ? സമയമൊന്നുമില്ല. ജ്യൂസിനാണ് കൂടുതൽ യൂസ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. പുളിയാണ്. ഉണ്ടാവില്ല. അയ്യോ, ജ്യൂസ് അടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടത്. ഇതിന്റെ ചെറിയ തൈകളൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ? എന്താണ് ചെറിയ തൈക്ക് വില? 100 രൂപ തൊട്ടിട്ടാണ് ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ ഇവിടെ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും വീട്ടിൽ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഇപ്പോൾ കാണുന്നത്. ജ്യൂസ് അടിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം. മാംഗോസ്റ്റിന്റെ പ്ലാന്റ് അല്ലേ ഇത്? മാംഗോസ്റ്റിൻ ഗ്രാഫ്റ്റ് ചെയ്താണ്. പൂ വരുന്നുണ്ട്.
കണ്ടോ പൂവ് കാണുന്നുണ്ടല്ലോ ഇതില്. ഏതൊക്കെ വീഡിയോയിലൊക്കെ കണ്ടു ഗ്രാഫ്റ്റ് ചെയ്താൽ കായ്ക്കൂല പിടിക്കൂല എന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ വളർച്ച വളരെ കുറവാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതെയോ? പക്ഷെ പൂക്കളും കായ്ക്കണുണ്ട്. നല്ല പൂവുണ്ട്. ഇതിപ്പോ കായായിട്ടില്ല, പൂവിട്ടുണ്ട്. എന്നാലും കായ്ക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത്. ഇങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ള കവറിലാണ് ഇപ്പൊ ഇത്, ഒരു ചട്ടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേതാ ഒരു വലിയൊരു മരം? ഇത് ഗ്രൂമിച്ചാമ. ഇത് ഒരു നല്ലൊരു ചെറി ഫാമിലി പെട്ടാണ്. നല്ല ടേസ്റ്റുള്ള കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള പഴങ്ങളാണ്. ഇത് സാധനം ഇല്ലല്ലോ ഇതിലല്ലേ? ഇത് പൂവിട്ട് കായ്ച്ചതാണ്. പൂവില്ല, കായില്ല. ഇവരൊന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിന്റെ ലെയർ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. 300 രൂപ മുതൽ തൈ കൊടുക്കുന്നുണ്ട്. 300 രൂപ ഇട്ടിട്ട് തൈകൾ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഐറ്റം തന്നെ അല്ലേ? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉള്ള സാധനം അല്ലേ? അതേപോലെ തന്നെ അതിന്റെ ഒരു വേറെ വെറൈറ്റി ആണ് ചെറിയോ ഫ്രിയോഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി. ഏതാ സാധനം? ചെറിയോ ഫ്രിയോഗ്രാൻഡ്. ഇതും കാഴ്ച മരം തന്നെയാണ്. ഇതും കാഴ്ച തന്നെ അല്ലേ? ഈ ഒരു വലിയ മരം. ഇതൊക്കെ എങ്ങനെ വർഷത്തിൽ ഒരിക്കൽ കായ്ക്കണാണോ? അല്ലല്ല, ഇത് ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട്. ഏത് സമയത്ത് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും കാഴ്ച മരമാണ്. ഇടക്കിടക്ക് ഉണ്ടാവും തന്നെയാണ് അല്ലേ? വലിയൊരു മരമാണിത്, കണ്ടില്ലേ? നല്ല വലുപ്പമുള്ളൊരു മരമാണ്. ഇതൊരു വെറൈറ്റി ആണല്ലോ, ചെറിയ ലീഫാണല്ലോ ഇതിന്. എന്താ? കറിവേപ്പില. ശരിക്കും ഓർണമെന്റൽ ആയിട്ട് വളർത്താം, വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കും ചെയ്യാം. ചട്ടിയിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചെടിയായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയുണ്ട്. അതെ, സാധാ ലീഫ് പോലെ അല്ലത്, കുറച്ച് ഭംഗിയുണ്ട് കാണാൻ. നല്ല ബുഷായിട്ട് വരും ചെയ്യും. ഇത് ഇവിടെ എത്ര രൂപ കൊടുക്കുന്നത്? ഇത് 250 രൂപക്കാണ്. 250 രൂപയ്ക്ക് നല്ല തൈകളുണ്ട്. ഇതിപ്പോ ഞാൻ പോട്ടിലാക്കി വലുതാക്കാൻ വെച്ചതാണ്. നല്ല തൈകൾ അവിടെ ഇഷ്ടംപോലെ ഇതേ വലുപ്പമുള്ള തൈകൾ തന്നെ അവിടെ കവറിലുണ്ട് അല്ലേ? ഇത് കാണുന്നതൊക്കെ അതാട്ടോ സാധനം. നല്ല വൃത്തിയുള്ളൊരു ഐറ്റം, വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയൊരു അടിപൊളി സാധനം. നമുക്ക് ഉപയോഗത്തിലും പെടും, നല്ല കാണാനൊരു നല്ല ഭംഗിയുണ്ട് വീട്ടിലേക്ക് വെക്കുകയാണെങ്കിലൊക്കെ. ആവശ്യങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം, വീട്ടിലൊരു ഭംഗിക്കും വെക്കാം. ഇതിന്റെ വലിയ പ്ലാന്റ് ആയി കാണുന്നു അല്ലേ? അയ്യവാ, അതിന്റെ വലിയൊരു പ്ലാന്റ് ആണ് ഇപ്പൊ കാണുന്നത്. വലിയൊരു തൈയാണ്, ഇലകൾ കണ്ടല്ലേ? നല്ല സ്റ്റൈലുണ്ട്. ഇതിപ്പോ എത്ര വർഷമായിണ്ടോ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സൈസിന്? 2 വർഷമായിട്ടുണ്ട്. ശരിക്കും ഒറിജിനൽ സ്മെല്ലും ഉണ്ട് ഇട്ടത്. അടിപൊളി സ്മെല്ലാട്ടത്. ഞാൻ ഇപ്പൊ നോക്കിയത്. അയ്യവാ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ എടുക്കുന്നത്? പൈനാപ്പിള് ഒരു 4 കിലോക്ക് വരുന്ന പൈനാപ്പിൾ ആണ്. പക്ഷെ ഇത് ഇതിന്റെ അകത്ത് പെട്ടതുകൊണ്ട് ഒന്ന് ഷഞ്ഞ് വരും കരുതാ. സൈസ് ഉണ്ടാവും. വെരിഗേറ്റഡ് പൈനാപ്പിൾ ആണ്. വെരിഗേറ്റഡ് പൈനാപ്പിൾ ഇതാ എന്റെ കൂടെ. ഇതിലൊക്കെ കായ വന്ന് പോയതാ? അല്ലല്ല, കായ്ക്കാനായിട്ടുള്ളൂ. വെരിഗേറ്റഡ് പൈനാപ്പിൾ ആയി കാണുന്നത്. ഏകദേശം എന്റെ കയ്യില് ഒരു 20ഓളം വെറൈറ്റി പൈനാപ്പിൾ ഉണ്ട്. നല്ല നല്ല വെറൈറ്റികൾ ഉണ്ട്. ഹാൻഡ്ഫുൾ ഉണ്ട്. അതായത് നമ്മള് പറിച്ച്, അതായത് നമ്മള് മുകൾ ഭാഗം ചെത്തിയിട്ട് പിന്നെ നമ്മള് ചക്കയുടെ ചുള പറിക്കണ പോലെ ഇങ്ങനെ പറിച്ചെടുക്കുന്ന ഒരു പൈനാപ്പിൾ ഉണ്ട്. പിന്നെ മെഡൂസ പൈനാപ്പിൾ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ വിലയുള്ളൂ. 150 രൂപ നല്ല തൈകൾ കിട്ടുന്നുണ്ട്. പിന്നെ അതൊന്നിൽ തന്നെ കൊലകൊലായിട്ട് വരും. പിന്നെ ഒരുപാട് വെറൈറ്റീസ് കുഞ്ഞു പൈനാപ്പിൾ ആണ്. ചെറിയതാണ്. ഏറ്റവും ടോപ്പ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. അതൊക്കെ പിന്നെ കിട്ടിയിട്ടേ ഉള്ളൂ. വൈകാതെ അതിന്റെ തൈകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇത് ഈ സാധനം ഇവിടെ ഉണ്ടായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഇത് ഇഷ്ടം പോലെ പിടിക്കാൻ കഴിയില്ല. അതെ ശരിയാണ്, മുള്ളില്ലാത്തതാണ്. വെരിഗേറിന് മുള്ള് കാണുന്നുണ്ട്. ഓക്കെ, വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഫാമാട്ടോ ഇത്. ഇവിടെ ഒരുപാട് 10-600ഓളം വെറൈറ്റീസ് ഉള്ളൊരു ഫാമാണിത്. എന്തായാലും നല്ല വിലക്കുറവുണ്ട് ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ.